World Campus Connect, May 2nd, Kannur, Hotel Sky Pearl, May 3rd, Kozhikode Hysan Heritage. മാറ്റം വേണം എന്ന് പറയുന്നവർ എന്തിൻ്റെ അടിസ്ഥാനത്തിൽ മാറ്റം വേണം? അത് അവർ പറയട്ടെ, അത് വ്യക്തമാട്ടെ. അതിപ്പോൾ ഇലക്ഷൻ കഴിഞ്ഞാലും നമുക്കത് ചർച്ച ചെയ്യേണ്ടി വരും. ഞാനും തോൽക്കുന്ന പട്ടികയിലാണല്ലോ, അതുകൊണ്ട് എക്സിറ്റ് പോളിൽ ഞാനും തോൽക്കുന്ന പട്ടികയിലാണ്. അതുകൊണ്ട് അതൊന്നും എനിക്ക് പ്രശ്നമല്ല. അപ്പോൾ ഇതെല്ലാം വെച്ച് പരിശോധിക്കുന്ന സമയത്ത് അവരെ ഈ കാൽക്കുലേഷനെല്ലാം മാറ്റം വരും എന്നാണ് ഞങ്ങളെ ഒരഭിപ്രായം. ഈ എക്സിറ്റ് പോള് 100% തെറ്റ് എന്നുള്ളതല്ല ഞാൻ പറയുന്നത്. അതാണ് ജനവിധിയെങ്കിൽ അതെല്ലാവരും കൂടി അംഗീകരിക്കല്ലാതെ നമുക്ക് ജനവിധിയെ മാനിക്കാതിരിക്കാൻ പറ്റുമോ? ജനവിധിയെ മാനിക്കാൻ നമുക്ക് സാധിക്കും. അത് 4-ാം തീയതി പറയാൻ പറ്റുള്ളൂ. എക്സിറ്റ് പോളുകളെല്ലാം പുറത്തു വന്നിരിക്കുകയാണ്. എൽഡിഎഫിന് വലിയ തിരിച്ചടി, യുഡിഎഫിന് വലിയ മേൽക്കൈ ഉണ്ടാവുമെന്ന് പറയുന്നു. അത്രയല്ലേ പറയുള്ളൂ. ഈ എക്സിറ്റ് പോള് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലുണ്ടായിരുന്നല്ലോ. അപ്പോൾ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ശൈലജ ടീച്ചർ അവർ കേരളത്തിലെ ഏറ്റവും കൂടുതൽ ഭൂരിപക്ഷത്തിന് ജയിച്ച ഒരാളാണ്. ശൈലജ ടീച്ചറുടെ വിജയം പ്രവചിക്കാൻ കഴിയുന്നില്ല, പ്രവചനാതീതമാണ് എന്ന നിലയിൽ തോൽക്കും എന്നുള്ളൊരാശയമാണ് എക്സിറ്റ് പോളിൻ്റെ ഭാഗമായിട്ട് ഉയർന്നു വന്നത്. ഇടുക്കിയിൽ എം മണി തോൽക്കുമെന്നാണ് പ്രഖ്യാപിച്ചത്. കോഴിക്കോട് ജില്ലയിൽ ഈ ബേപ്പൂർ അസംബ്ലി മണ്ഡലവും ബാലുശ്ശേരി അസംബ്ലി മണ്ഡലവും തോൽക്കുമെന്നാണ് പ്രഖ്യാപിച്ചത്. ആ പ്രവചനത്തിന് തികച്ചും വ്യത്യസ്തമായിരുന്നു. എക്സിറ്റ് പോളിൻ്റെ ഈ വിശകലനത്തിന് തികച്ചും വ്യത്യസ്തമായിരുന്നു തെരഞ്ഞെടുപ്പ് ഫലം. ഇതെല്ലാം വ്യത്യസ്തമായ നിലയാണുള്ളത്. അപ്പോൾ തെരഞ്ഞെടുപ്പിൻ്റെ എക്സിറ്റ് പോള് അത് പൂർണ്ണമായിട്ടും ജനങ്ങളുടെ അഭിപ്രായങ്ങൾ പ്രതിഫലിപ്പിക്കുന്നു എന്ന നിലയിൽ നമുക്ക് വിലയിരുത്താൻ കഴിയുന്നതല്ല. അപ്പോൾ അതുകൊണ്ട് അത്തരം സാഹചര്യങ്ങളെല്ലാം പരിശോധിച്ച് വിശകലനം ചെയ്യുമ്പോൾ ഇപ്പോൾ വന്നിട്ടുള്ള ഈ റിപ്പോർട്ട് നമുക്ക് സ്വീകരിക്കാൻ കഴിയാവുന്ന ഒരു നിലയല്ല. അത് അങ്ങനെ സംഭവിച്ചോളണമെന്നില്ല. അതാണ് പൊതുവായിട്ടുള്ള ഞാൻ പരിശോധിച്ച സമയത്ത് കണ്ടെത്തിയിട്ടുള്ള ഒരു വിശകലനം. അതാണ്. അതിനുള്ള പല കാരണങ്ങളുമുണ്ട്. ഇതിൻ്റെ വിവിധ സാമൂഹ്യ ഘടകങ്ങൾ അവർ പരിശോധിച്ചപ്പോൾ വസ്തുതാവിരുദ്ധമായ പല അഭിപ്രായങ്ങളും അവർ ഈ വിശകലനത്തിൽ ഉയർന്നു വന്നിട്ടുണ്ട്. അപ്പം അതുകൊണ്ട് ഇപ്പം എക്സിറ്റ് പോളിൻ്റെ ഭാഗമായി വന്നു ചേർന്നിട്ടുള്ള ഒരു നിലപാട് കേരളത്തിൻ്റെ യഥാർത്ഥ വിധിയുമായി ബന്ധപ്പെടുന്നതല്ല എന്നതാണ് എൻ്റെ അഭിപ്രായം. ഇക്കാര്യത്തിലൊന്നും ഒരു പ്രശ്നവും സംശയങ്ങളും വേണ്ടാലോ. 4-ാം തീയതി ഒരു ഉച്ചവരെ കാത്തിരുന്നാൽ മതിയല്ലോ. അപ്പം 4-ാം തീയതി വോട്ടെണ്ണുന്ന സമയത്ത് എന്താണ് യഥാർത്ഥ നില എന്നുള്ളത് കേരളത്തിനും ലോകത്തിനാകെയും മനസ്സിലാക്കാൻ സാധിക്കും. അതുകൊണ്ട് കാര്യത്തിൽ ഭരണവിരുദ്ധ വികാരമില്ല. ഭരണവിരുദ്ധ വികാരം എന്നത് കേരളത്തിൽ കുറച്ച് കാലമായിട്ട് നിങ്ങളാണ് പ്രധാനമായിട്ടും പ്രചരിപ്പിക്കുന്നത്. നിങ്ങൾ പേഴ്സണലല്ല, മാധ്യമങ്ങളാണ് ഭരണവിരുദ്ധ വികാരം പ്രചരിപ്പിക്കുന്നത്. പിന്നെ UDFും നേരത്തെ ഈ ലോക്കൽ ബോഡി ഇലക്ഷനിൽ ഭരണവിരുദ്ധ വികാരത്തെ സംബന്ധിച്ചവർ പറഞ്ഞെങ്കിലും അത് പ്രകടമായില്ല. പിന്നീട് നിയമസഭാ സമ്മേളനങ്ങൾ പിന്നീട് നടന്നിട്ടുണ്ട്. അപ്പോൾ ഇതിലൊന്നും ഭരണവിരുദ്ധ വികാരം എന്ന നിലയിൽ ഒരു തരത്തിലും അവർക്ക് സ്ഥാപിച്ചെടുക്കാൻ കഴിഞ്ഞിട്ടില്ല. ഭരണവിരുദ്ധ വികാരം എന്നുള്ളതില്ല. ഭരണവിരുദ്ധ വികാരമാണെങ്കിൽ മുഖ്യമന്ത്രിക്കാണല്ലോ ഏറ്റവും കൂടുതൽ അംഗീകാരം കിട്ടിയിരിക്കുന്നത്. ഈ എക്സിറ്റ് പോളിൽ ഏറ്റവും കൂടുതൽ അംഗീകാരം കിട്ടിയിരിക്കുന്നത് കേരളത്തിൻ്റെ ഇന്നത്തെ മുഖ്യമന്ത്രി പിണറായി വിജയനാണ്. ഇനി മുഖ്യമന്ത്രി ആകാൻ ആഗ്രഹിക്കുന്ന ആളുകളുടെ പേരൊക്കെ അതിനകത്തുണ്ട്. പക്ഷേ അവർക്കെല്ലാം ലഭിച്ച അംഗീകാരത്തേക്കാൾ കൂടുതൽ അംഗീകാരം ലഭിച്ചിട്ടുള്ളത് ഇതാണ്. അപ്പോൾ അതുകൊണ്ട് ഭരണവിരുദ്ധ വികാരം ഒരു തരത്തിലും പ്രകടമല്ല എന്നതാണ് യാഥാർത്ഥ്യം. ആ യാഥാർത്ഥ്യം മനസ്സിലാക്കി പോകാൻ സാധിക്കണം. അല്ല, അത് ഞാനിപ്പോൾ പറയുന്നില്ല. ഞാൻ ജനങ്ങളുടെ വിധിയെ മാനിക്കുന്ന ഒരാളാണ്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഭരണ തുടർച്ച ലഭിക്കും എന്ന് തന്നെയാണ് ഞാൻ ഇപ്പോഴും പറയുന്നത്. അത് ഇത്ര സീറ്റ് അല്ലെങ്കിൽ എന്ന മണ്ഡലങ്ങൾ അത് അങ്ങനെ ഇപ്പോൾ ഒരു വിശകലനം നടത്തി പറയുന്നത് ശരിയല്ല. ഒരു ജനറലായിട്ടൊക്കെ വേണമെങ്കിൽ പറയാം. അപ്പം അതുകൊണ്ട് ഇപ്പോൾ LDFന് എത്ര സീറ്റ് കിട്ടുമെന്നുള്ളത് ഞാനിപ്പോൾ പ്രവചിക്കാൻ തയ്യാറാകുന്നില്ല. നേരത്തെ തന്നെ ചില വിശകലനങ്ങൾ വന്നിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് നല്ല നിലയിൽ മുന്നേറാൻ കഴിയുമെന്ന് തന്നെയാണ് ഞാനിപ്പോഴും പ്രതീക്ഷിക്കുന്നത്. പാർട്ടിയുടെയും മുന്നണിയുടെയും വിലയിരുത്തലിൽ കൃത്യമായ കണക്കിൽ ഭരണ തുടർച്ച ഉണ്ടാകും തന്നെയാണ്. അല്ല, കണക്ക് അത് പാർട്ടിക്കകത്തുള്ളതല്ലേ. ആ പരിശോധന പാർട്ടിക്കകത്ത് മാത്രമാണ്, അത് പുറത്ത് പറയുന്ന പരിശോധനയല്ല.
ആ പരിശോധനയൊക്കെ ഞങ്ങൾ മനസ്സിലുണ്ട്, നിങ്ങൾ കൂട്ടിക്കൂടി. അപ്പം അതുകൊണ്ട് പക്ഷെ അതങ്ങനെ നമുക്ക് പറയാൻ പറ്റുന്നതല്ല. അപ്പോൾ അതുകൊണ്ട് ഒരു ഇത്ര സീറ്റ് എന്ന് പറയുന്നത് ഒരിക്കലും CPM-ൻ്റെ സംസ്ഥാന സെക്രട്ടറി ഗോവിന്ദ മാഷ് പറഞ്ഞത് 90 സീറ്റിലധികം കിട്ടും. അത് അദ്ദേഹത്തിൻ്റെ ഒരു വിശകലനമാണ്. അത് അങ്ങനെ പറഞ്ഞു. പക്ഷേ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഇത്ര സീറ്റ് കിട്ടും എന്നുള്ളൊരു വിശകലനത്തിലേക്ക് എത്തിയിട്ടില്ല. അങ്ങനെ പറഞ്ഞില്ല. ഭരണവിരുദ്ധ വികാരം ഇല്ലെങ്കിലും ഒരു മാറ്റം ജനങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്. അതായത് ഈ എല്ലാ എക്സിറ്റ് പോളിലും ഒരു മാറ്റം ഉണ്ടാവുന്ന പറയുന്നത്. ആ മാറ്റം എന്തിൻ്റെ അടിസ്ഥാനത്തിൽ? മാറ്റം എന്തിൻ്റെ അടിസ്ഥാനത്തിൽ? അതല്ലേ പ്രശ്നം. ആ മാറ്റം നിലവിലുള്ള ഭരണം മോശമാണെങ്കിൽ ഈ ഭരണത്തെ ഒന്ന് മാറ്റണം. പിന്നെ ചിലർ അങ്ങനെ പറയുന്നു എന്ന് പറയുന്നുണ്ട്. ഇത് മാറ്റം വേണം, മാറ്റം വേണം എന്ന് പറയുന്നവർ എന്തിൻ്റെ അടിസ്ഥാനത്തിൽ മാറ്റം വേണം? അത് അവർ പറയട്ടെ, അത് വ്യക്തമാട്ടെ. അതിപ്പോൾ ഇലക്ഷൻ കഴിഞ്ഞാലും നമുക്കത് ചർച്ച ചെയ്യേണ്ടി വരും. ഇലക്ഷൻ കഴിഞ്ഞാൽ അത് ചർച്ച ചെയ്യേണ്ടി വരും. ഇലക്ഷൻ കഴിഞ്ഞിട്ടും ചർച്ച നടത്തിയിട്ട് അത്തരം പ്രശ്നങ്ങളിൽ ഇപ്പോൾ ഇലക്ഷന് മുമ്പ് ഇന്ന കാരണം കൊണ്ട് മാറ്റം വരണം എന്ന് ആരും ഉന്നയിക്കപ്പെട്ടിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് അത് നമുക്ക് ആ വിഷയം ഇനി ജയിച്ചാൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ജയിച്ചാലും തോറ്റാലും ഒരു വിഭാഗത്തിൻ്റെ ഇടയിൽ വന്ന ഈ ചിന്ത എങ്ങനെ രൂപപ്പെടുന്നു എന്നുള്ളതിനെ സംബന്ധിച്ച് നമുക്ക് പരിശോധിക്കേണ്ടതായിട്ട് വരും. ആ പരിശോധന നടത്താം. അപ്പോൾ അഭിപ്രായങ്ങളെല്ലാം നമുക്ക് കേൾക്കാം. നിലപാടുകളിൽ അതിനനുസൃതമായിട്ടുള്ള സമീപനം സ്വീകരിക്കാം. അതെല്ലാം നമുക്ക് ചെയ്യാം. കോഴിക്കോട് ജില്ലയിൽ നിന്നുള്ളൊരു നേതാവ് കൂടിയാണല്ലോ. കോഴിക്കോട് ജില്ലയിലടക്കം വലിയ മാറ്റം ഉണ്ടാവുമെന്ന് പറയുന്നത് എക്സിറ്റ് പോൾ. അതേ ഞാൻ പറഞ്ഞത്. എക്സിറ്റ് പോളിൻ്റെ ഒരു നിലപാട് ഞാൻ കോഴിക്കോട് ജില്ലയെ സംബന്ധിച്ച് പറഞ്ഞല്ലോ. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഇവിടെ ഈ കോഴിക്കോട് ജില്ലയിലാണ് പ്രധാനപ്പെട്ട ചില മണ്ഡലങ്ങൾ തോൽക്കുമെന്ന് എക്സിറ്റ് പോൾ പ്രഖ്യാപിച്ചത്. അതിലൊന്ന് ബാലുശ്ശേരിയാണ്, ഒന്ന് ബേപ്പൂരാണ്. ഈ മണ്ഡലങ്ങളെല്ലാം തോൽക്കും എന്നാണ് അവർ പറയുന്നത്. ഞാനും തോൽക്കുന്ന പട്ടികയിലാണല്ലോ. അതുകൊണ്ട് എക്സിറ്റ് പോളിൽ ഞാനും തോൽക്കുന്ന പട്ടികയിലാണ്. അതുകൊണ്ട് അതൊന്നും എനിക്ക് പ്രശ്നമല്ല. അപ്പോൾ ഇതെല്ലാം വെച്ച് പരിശോധിക്കുന്ന സമയത്ത് അവരെ ഈ കാൽക്കുലേഷനെല്ലാം മാറ്റം വരും എന്നാണ് ഞങ്ങളെ ഒരഭിപ്രായം. ഈ എക്സിറ്റ് പോള് 100% തെറ്റ് എന്നുള്ളതല്ല ഞാൻ പറയുന്നത്. അതിൻ്റെ ചില വശങ്ങളുണ്ടാവും, നമുക്ക് അംഗീകരിക്കാൻ പറ്റാവുന്ന ചില വശങ്ങളുണ്ടാവും. എന്നാൽ അതിനനുസൃതമായിട്ടാണ് തെരഞ്ഞെടുപ്പ് ഫലം വരാൻ പോകുന്നത് എന്ന നില നമുക്ക് കണക്കാക്കാൻ പറ്റും. അതായത് 9 മുതൽ 12, 11 വരെ സീറ്റുകൾ നേടിയാലാണ്, അതായത് കോഴിക്കോട് ജില്ലയിലെ മാത്രം ഒരു കണക്ക് പരിശോധിച്ചാൽ 9 മുതൽ 11 സീറ്റുകൾ വരെ UDF നേടിയാൽ 82 മുതൽ 94 വരെയുള്ള സീറ്റുകൾ സംസ്ഥാന തലത്തിൽ UDF നേടുമെന്നാണ് പറയുന്നത്. എന്നാൽ പിന്നെ തന്നെ ഒരു വൈരുദ്ധ്യമുണ്ട്. ഇതിൽ പ്രതീക്ഷിക്കേണ്ട. അതിൻ്റെ വല്ലാതെ നമ്മൾ അതിൽ അത്ര വലിയ ആഴത്തിലേക്ക് പോകേണ്ടതില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അതെന്തായാലും സംഭവിക്കാൻ പോകുന്നില്ല. UDF നേതാക്കൾ വലിയ ആത്മവിശ്വാസത്തിലാണ്. അവർ പറയുന്നത് ഈ എക്സിറ്റ് പോളിന് അപ്പുറത്തുള്ള വിജയം നേടും. ആയിക്കോട്ടെ, അത് നമുക്ക് അതാ ഞാൻ പറഞ്ഞത്. അത് 4-ാം തീയതിക്ക് ശേഷം അതിന് അതാണ് ജനവിധിയെങ്കിൽ നമുക്ക് എല്ലാവരും കൂടി അത് അംഗീകരിക്കാമല്ലോ. അതിലൊന്നും നമുക്കൊരു പ്രയാസമൊന്നുമില്ല. അതാണ് ജനവിധിയെങ്കിൽ അതെല്ലാവരും കൂടി അംഗീകരിക്കല്ലാതെ നമുക്ക് ജനവിധിയെ മാനിക്കാതിരിക്കാൻ പറ്റുമോ? ജനവിധിയെ മാനിക്കാൻ നമുക്ക് സാധിക്കും. അത് 4-ാം തീയതി പറയാൻ പറ്റുള്ളൂ. മുഖ്യമന്ത്രി ആരാകണമെന്ന തർക്കമാണ് UDF-ൽ, കോൺഗ്രസിൽ. അത്രയും ആത്മവിശ്വാസമാണെന്ന് പറയുന്നത്. അതായിക്കോട്ടെ, അതവര് ആ ശരിയായ സമീപനമല്ലാന്ന് ഞാൻ പറഞ്ഞല്ലോ. ഞാൻ എന്താ പ്രശ്നം എന്ന് പറഞ്ഞാൽ, ഈ മുഖ്യമന്ത്രിയെ സംബന്ധിച്ച് മുൻകൂട്ടി ഇങ്ങനെ ഒരു ചർച്ച നടത്തുക യഥാർത്ഥത്തിൽ നമ്മുടെ നാടിൻ്റെ ജനാധിപത്യ ബോധത്തെ പരിഹസിക്കുന്നതാണത്. ജനാധിപത്യ ബോധത്തെ കളങ്കപ്പെടുത്തുന്നതാണത്. അവർക്ക് തീരുമാനിക്കാം, കോൺഗ്രസിന് തീരുമാനിക്കാമല്ലോ ആര് മുഖ്യമന്ത്രി എന്നുള്ളത്. തെരഞ്ഞെടുപ്പിൻ്റെ ഫലം പോലും പുറത്തു വരാതെ ഒരു ഫലം ഊഹിച്ചു നിന്നുകൊണ്ട് മുഖ്യമന്ത്രി ആരാണെന്ന് ഞങ്ങൾ തീരുമാനിച്ചിട്ടില്ലല്ലോ മുഖ്യമന്ത്രിയെ. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി മുഖ്യമന്ത്രിയെ തീരുമാനിച്ചിട്ടില്ല, CPM-ഉം തീരുമാനിച്ചിട്ടില്ല, ഒരിക്കലും തീരുമാനിച്ചിട്ടില്ല. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലോ അതിൻ്റെ മുമ്പത്തെ തെരഞ്ഞെടുപ്പുകളോ ഒന്നിലും തീരുമാനിച്ചിട്ടില്ല. തെരഞ്ഞെടുപ്പ് ഫലം പുറത്തു വന്നതിന് ശേഷം ആരാണ് നേതാവ് എന്നുള്ളത് തീരുമാനിക്കും, ആരാണ് മുഖ്യമന്ത്രി അല്ലെങ്കിൽ മന്ത്രിമാർ എന്നൊക്കെയുള്ള തീരുമാനം അതിനുശേഷം എടുക്കേണ്ടുന്ന ഒരു കാര്യമാണ്. അതാണ് ഒരു ജനാധിപത്യത്തെ മാനിക്കുക എന്ന് പറയുന്നത്, ജനവിധിയെ മാനിക്കുക എന്ന് പറയുന്നത് അത്തരമൊരു നിലപാടാണ്. കോൺഗ്രസ് ആണെങ്കിൽ കോൺഗ്രസിൻ്റെ നേതൃത്വം ജനവിധിയെ മാനിക്കാതെ ആരാണ് മുഖ്യമന്ത്രി എന്നുള്ള ചർച്ച നടക്കുകയാണ്. അത് പലപ്പോഴും കോൺഗ്രസിനകത്ത് ഇത്തരം ഒരു രീതി അവർ സ്വീകരിക്കാറുണ്ടല്ലോ. അപ്പോൾ ആ രീതി ഈ നാട്ടിലെ ജനാധിപത്യ വ്യവസ്ഥയ്ക്ക് ഗുണം ചെയ്യുന്ന കാര്യമല്ല. അത് കോൺഗ്രസ് തന്നെയാണ് മനസ്സിലാക്കേണ്ടത്. അപ്പോൾ അവർക്ക് മനസ്സിലാവില്ല. അപ്പോൾ അതുകൊണ്ട് ഈ കാര്യങ്ങൾ ജനങ്ങളുടെ ഒരു നിലയുടെ ഇനിയിപ്പോൾ ഇതിലൊന്നും ഒരു വിധിയെ ഇത് ബാധിക്കാൻ പോകുന്നില്ല. അത് വേറെ പ്രശ്നം. ഈ സമീപനങ്ങളൊന്നും എവിടെയെങ്കിലും ഇപ്പം വോട്ടിങ് കഴിഞ്ഞല്ലോ, വോട്ട് കഴിഞ്ഞതിനെ തുടർന്ന് ഇതെല്ലാം പെട്ടിയിലായി കഴിഞ്ഞ്
അപ്പോൾ ഇപ്പം 4-ാം തീയതി ദിനം തിരിച്ച് പ്രഖ്യാപിക്കും ആർക്ക് എത്ര വോട്ട് എന്നുള്ളത് ടോട്ടൽ ചെയ്ത് ക്രോഡീകരിച്ച് പ്രഖ്യാപിക്കാം. അപ്പണിയേ ഉള്ളൂ. വോട്ടെല്ലാം രേഖപ്പെടുത്തി കഴിഞ്ഞല്ലോ. അത് വന്നു കഴിഞ്ഞാൽ നമുക്ക് പൂർണ്ണമായ ചിത്രം വ്യക്തമാകും. അതുവരെ ഈ ഊഹാപോഹങ്ങൾക്കെല്ലാം അതുവരെ മാത്രമാണ് ആയുസ്സുള്ളത്. അപ്പോൾ ഇത് അതിൽ വ്യത്യസ്തമായി ഇപ്പോൾ കോഴിക്കോട് ജില്ലയിൽ തന്നെ നല്ല ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് അനുകൂലമായ റിസൾട്ട് ഉണ്ടാകുമെന്ന് തന്നെയാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. അല്ലാത്തൊരവസ്ഥ പേരാമ്പ്ര ഉൾപ്പെടെ അതിലൊന്നും പ്രശ്നമൊന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ തോൽക്കും എന്നുള്ള അഭിപ്രായമൊന്നും എനിക്കില്ല. എൻ്റെ അഭിപ്രായം ഞാൻ ജയിക്കുമെന്ന് തന്നെയാണ്. ഇടതുപക്ഷ ജനാധിപത്യം ഞാൻ ജയിക്കാന്ന് പറഞ്ഞാൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി തെരഞ്ഞെടുപ്പിൽ അവിടെ ജയിക്കുമെന്ന് തന്നെയാണ് എൻ്റെ ഉറച്ച ധാരണ. അപ്പോൾ അതുകൊണ്ട് ന്യൂനപക്ഷ ഏകീകരണം ഒന്നും പറയാൻ പറ്റില്ല. അങ്ങനെ പറയാൻ പറ്റില്ല. ന്യൂനപക്ഷങ്ങളെല്ലാം ഒരു ഭാഗത്തേക്ക് മാറിക്കഴിഞ്ഞു എന്നൊരു സാഹചര്യം കേരളത്തിൽ വന്നിട്ടില്ല. അത് കേരളത്തിൽ വരാൻ അനുവദിക്കാനും പാടില്ല. അത് കേരള സാമൂഹ്യ ജീവിതത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട പ്രശ്നമാണ്. സ്റ്റേറ്റിലുണ്ടായില്ല, പേരാമ്പ്രയിലുണ്ടായില്ല എന്നുള്ളതാണ് ഈ ന്യൂനപക്ഷ ഏകീകരണം. ന്യൂനപക്ഷ ഏകീകരണം ഇപ്പം നമുക്ക് പറയാൻ പറ്റുന്നതല്ല. അപ്പോൾ ഇതുവരെ നടന്ന അനുഭവങ്ങൾ വെച്ച് നോക്കുന്ന സമയത്ത് കേരളത്തിൽ ഒരു ന്യൂനപക്ഷ ഏകീകരണം ഉണ്ടായിരിക്കുന്നു എന്നൊരു വിശകലനത്തിലെത്താൻ പറ്റില്ല.